സുഹൃത്തുക്കളെ, ചില ആളുകളോട് ചില പേരുകളോട് ഒക്കെ എനിക്ക് വല്ലാത്ത ആഭിമുഖ്യം തോന്നാറുണ്ട്, ഒരു പ്രത്യേക കൗതുകം തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് പിന്നെ വളരെ എന്നാൽ ചില പേരുകൾ ചിലർക്ക് ബാധ്യതയായി മാറാറുണ്ട്. അപ്പോൾ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജിൽ ഷക്കീല എന്ന പേരുള്ള പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഷക്കീല സിനിമാ നടി. എനിക്ക് അവരെ ഭയങ്കര ആദരവാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുത്തെ അറിയപ്പെടുന്ന നായികാ നടിമാരെക്കാൾ കൂടുതൽ ഞാൻ അവരുടെ ഒറ്റ സിനിമയും കണ്ടിട്ടില്ല. കിന്നാരത്തുമ്പി അങ്ങനെയുള്ള ഒരുപാട് ഈ എ സർട്ടിഫിക്കറ്റുള്ള പടങ്ങളൊക്കെ വന്നപ്പോഴും ഞാൻ അവരുടെ പടങ്ങളൊന്നും കണ്ടിട്ടില്ല. എന്ന് എഴുതിയിട്ട് ഞാൻ അത്തരം സിനിമകൾ അക്കാലത്ത് കണ്ടിട്ടില്ല എന്നുള്ളതല്ല, പഠിക്കുന്ന കാലമാണ്, പലതും കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പിന്നെ അങ്ങനെ കാണാൻ എനിക്ക് എന്തോ ഒരു താല്പര്യം തോന്നിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ അവരെ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് പിന്നെ അവരെല്ലാം സംരക്ഷിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ സത്യസന്ധമായി ചാനലുകളുടെ മുമ്പിൽ തുറന്നു പറയുന്നു, ഒന്നും ഒളിക്കാതെ വളരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള യാതനകളെക്കുറിച്ചൊക്കെ പറയുന്നു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോളേജിൽ ഷക്കീല എന്ന പേരുള്ള കുട്ടിക്കൊക്കെ ഈ ഷക്കീല എന്നുള്ളതൊരു ബുദ്ധിമുട്ടുള്ള പേരായിട്ട് മാറി. കാരണം ഷക്കീലെ എന്ന് പറഞ്ഞിട്ട് വിളിയുണ്ട് ആൾക്കാർ, അങ്ങനെ വിളിക്കുമായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നത് പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി പേര് മാറ്റാൻ പോകുന്നുണ്ടെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി, കാരണം രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ വിഷയമൊക്കെ ഉയർന്നു വന്നപ്പോൾ രാഹുൽ എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്ക് നാണക്കേട. നാഷണൽ മീഡിയയിൽ വരെ ഇത് വലിയ വാർത്തയായി വന്നപ്പം രാഹുലിന് ഇത് നാണക്കേടായി മാറിയിട്ടുണ്ട്. മറ്റൊരു പിന്നെ അലങ്കാരമാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇത് നാണക്കേടാണ്. ഗസറ്റിൽ വിജ്ഞാപനം കൊടുത്ത് പേര് മാറ്റാനുള്ള സാധ്യത ഞാൻ കൂടുതൽ കാണുന്നു. നാട്ടുകാരിട്ട് കൊടുത്തിട്ടുള്ള പപ്പുമോൻ എന്നുള്ള പേരിൻ്റെ ഇമേജിൽ നിന്നൊക്കെ അദ്ദേഹം മാറി വന്ന സമയത്താണ് ഈ പേരൻ അദ്ദേഹത്തിന് ബാധ്യതയായിട്ട് മാറുന്നത്. അദ്ദേഹം ഇപ്പോൾ പപ്പുമോനെന്നൊന്നും വിളിക്കാൻ പറ്റുന്ന രീതിയിലല്ല, ഇത് തമ്മിൽ നേതാവായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ പേര് രാജൻ ജോസഫ് എന്നുള്ള പേര് പലരും പറയാറുണ്ട്, അതിനൊരു സവിശേഷത ഉണ്ടെന്നുള്ളത്. എൻ്റെ അനിയത്തിമാർക്ക് രാജി രജനി എന്നാണ്, രാജൻ ജോസഫ്, രാജി ജോസഫ്, രജനി ജോസഫ് എന്നുള്ളത്. അതേപോലെ എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ പാറശാല മണ്ഡലത്തിൽ CK ഹരീന്ദ്രനോട് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് പരാജയപ്പെട്ട അൻസജിത റസലിനെ കുറിച്ച് ഒരു വട്ടം ഞാൻ ഈ അൻസജിത റസൽ എന്ന് കേട്ടപ്പോൾ ഞാൻ നേരെ കരുതിയ ഒരു മുസ്ലിമാണെന്ന്. ഒരു മുസ്ലിം അല്ല. അപ്പം ഞാൻ പറഞ്ഞത് മുസ്ലിം വിഭാഗത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടുന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ പിന്നെ അങ്ങനെ ഏകീകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ പേര് വെച്ചിട്ട് പറഞ്ഞപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്. അത്ര റെഫർ ചെയ്യാതെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വർക്കലയിൽ നിന്നാണ് തോന്നുന്നത്, വർക്കലയിൽ നിന്നുള്ള MLA ആയിട്ടുള്ള CPM-ൻ്റെ നേതാവ്, സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സഖാവ് V. ജോയി. അപ്പോൾ ജോയി എന്ന് കേൾക്കുമ്പോൾ സാധാരണ ക്രിസ്ത്യൻസിലുള്ള പേരാണ്. അപ്പം ഞാൻ ജോയി എന്ന് കേട്ടപ്പോൾ നേരെ മുപ്പര് അച്ചായനാണെന്ന് എഴുതിയിട്ട് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ആദിത്യൻ എന്നുള്ള പേര്, ആദിത്യൻ എന്നുള്ള പേര് പൊതുവെ ഒരുപാട് പേർക്കുണ്ട്. എനിക്ക് അറിയാവുന്ന ഒരുപാട് ആദിത്യന്മാരുണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ചാനലിൽ തന്നെ അവിടെ പിന്നെ വീഡിയോ ജേർണലിസ്റ്റായിട്ട് ആദിത്യൻ ഉണ്ട്, എഡിറ്ററും കൂടിയാണ്. പക്ഷേ ആദിത്യൻ എന്ന പേര് ഇട്ടതിൽ ഏറ്റവും ക്ലാസിക്കായിട്ട് ഇട്ടിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ CPM-ൻ്റെ ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന CIT-യുടെ നേതാവായിരുന്ന ഹെഡ്ലോഡ് ചുമട്ടുതൊഴിലാളി യൂണിയൻ്റെ നേതാവായിരുന്ന അതിൻ്റെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹിയും ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനും ഒക്കെ ആയിരുന്ന അതിൻ്റെ അംഗവും ഒക്കെ ആയിരുന്ന പ്രിയപ്പെട്ട സഖാവ് ഷംസുവാക്ക SFIയിൽ പ്രവർത്തിക്കുമ്പം മഞ്ചേരി മുസ്ലിം ലീഗിൻ്റെ കോട്ടയായിട്ട് പോലും ആരടാന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞ് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ധൈര്യം നൽകിയ, എന്തിനേയും അടിച്ചിട്ടാണെങ്കിൽ അടിച്ചിട്ട് നല്ല നിലയ്ക്കാണെങ്കിൽ നല്ല നിലയ്ക്ക് എന്തും തീർക്കാൻ ധൈര്യമുള്ള ധീരനായൊരു സഖാവായിരുന്നു. SFI കാലഘട്ടം തൊട്ട് തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്ത, പടപുരുതി ഉണ്ടാക്കിയെടുത്ത ജനകീയനായിരുന്നു. ആ ഷംസുനാക്ക വിവാഹം കഴിച്ചത് SFI കാലത്ത് പിന്നെ കൂടെ സഹപ്രവർത്തകയായിരുന്ന മീര ചേച്ചിയെയാണ്. അവർ രണ്ട് മതത്തിലാണ് ഒരു രജിസ്റ്റർ മാരേജ് കഴിച്ച് ഭംഗിയായിട്ട് നിൽക്കുന്നു. പാർട്ടി നേതാക്കന്മാർ പലരും പങ്കെടുത്തില്ലെങ്കിലും DYFIക്കാരൊക്കെ മുൻകൈ എടുത്തിട്ട് കല്യാണം ഭംഗിയായിട്ട് നടത്തി കൊടുത്തു. അങ്ങനെ രണ്ടെണ്ണമുണ്ട്. മുൻപെരുന്ന വണ്ണ MLA നാലകത്ത് സൂപ്പിയാണെന്ന് തോന്നുന്നു പരാജയപ്പെടുത്തി, അതോ അമീത് മാഷയാണോ. 2006 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച MLA ആയ B. ശശികുമാർ DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ബദർനീസ പഴയ മലപ്പുറം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണാണ്. CPM-ൻ്റെ അധ്യാപക സംഘടനയായിട്ടുള്ള KSTയുടെ ആദ്യത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആ സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് തോന്നുന്നു. അവർ അധ്യാപികയാണ്. അവരുടെ കുടുംബം എനിക്കറിയാം, അനിയത്തിയൊക്കെ എനിക്കറിയാം, സെലീനൊക്കെ. അവർ പിന്നെ ബാക്കിയുള്ള അവരുടെ അമ്മായിയാണ് തോന്നുന്നു PK സൈനപ്പ, CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും മുമ്പ് പിന്നെ വനിതാ കമ്മീഷൻ അംഗവും ജസ്റ്റിസ് D. ശ്രീദേവി വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു. അപ്പോൾ അതിൽ അങ്ങായിരുന്നു അവരും. അതേപോലെ തന്നെ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഗൗരി ടീച്ചറും പ്രൊഫസർ P. ഗൗരിയും. ഓക്കെ, പോട്ടെ. ഞാൻ പിന്നെ ഇവർ തമ്മിൽ കല്യാണം കഴിച്ചപ്പം ഈ ഷംസുവാക്കയും മറ്റേതിലേക്കല്ല പോണത്. ശശിയേട്ടൻ്റെ ഇവരെയും വിവാഹം സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളൂ, മതേതര വിവാഹം.
അവിടെയും പാർട്ടി നേതാക്കന്മാർക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. കാരണം അത് മുസ്ലിം കമ്മ്യൂണിറ്റി അകറ്റും, മതരഹിത വിഭാഗം നടക്കാൻ പാടില്ല, പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനി സൈതാലിക്കുട്ടി ജില്ലാ സെക്രട്ടറി, പിന്നെ ടി കെ ഹംസ എന്ന് പറയുന്ന ഒരുത്തൻ അവിടെ ഉണ്ട്. അപ്പം ഇവരൊക്കെ യാഥാസ്ഥിതികരാണ് അതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ DYFക്കാരും SFക്കാരും കല്യാണം ഭംഗിയായിട്ട് നടത്തി. ഈ മീരച്ചി ഷംസാക്കും തമ്മിൽ കല്യാണം കഴിച്ചിട്ട് അതിലുണ്ടായ ആദ്യത്തത് മോനാണ്, രണ്ടാമത്തത് മോളാണ്. മോളെ വീട്ടിൽ വിളിക്കുന്ന അമ്പിളി എന്നാണ്. അവളുടെ ഒറിജിനൽ പേര് എനിക്കറിയില്ല. മോൻ്റെ ഒറിജിനൽ പേര് ആദിത്യൻ എന്നായിരുന്നു. അങ്ങനെ ആദിത്യൻ എന്ന് പേരിട്ടപ്പം പല ആൾക്കാരും ചോദിച്ചു എന്തുകൊണ്ടാണ് ആദിത്യൻ എന്ന് പേരിട്ടതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ പേരാണ് എൻ്റെ മകനിട്ടത്. ഷംസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ സൂര്യൻ എന്നാണ് അർത്ഥം, ആദിത്യൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അതുകൊണ്ട് എൻ്റെ ഷംസു എന്ന അറബി പേര് മലയാളത്തിൽ ആദിത്യൻ എന്നിട്ടു എന്നുള്ള, സംസ്കൃതങ്ങളൊന്ന മലയാളമാണ് ആദിത്യൻ എന്ന് പറയുമ്പോൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ എനിക്കറിയാവുന്ന ഒരു ക്രൈസ്തവ പുരോഹിതൻ റവറൻഡ് എബ്രഹാം മാത്യു, അദ്ദേഹം NCCIയുടെ കോർഡിനേറ്ററായിരുന്നു ദില്ലി കേന്ദ്രീകരിച്ച്. ഇപ്പം പിന്നെ അദ്ദേഹത്തിന് പത്തനംതിട്ട ജില്ലയിലെ ഏതോ ഇടവകയുടെ പാരിഷിൻ്റെ ചുമതലയുള്ള വികാരിയായിട്ട് വന്നിട്ടുണ്ട്. കുറേ കാലം ഹൂസ്റ്റണിലുണ്ടായിരുന്നു. ഹൂസ്റ്റണിലല്ല, UK ഉണ്ടായിരുന്നത്. ഈ ഹൂസ്റ്റൺ അമേരിക്കയിലാണ്. അവിടെ നിന്നാണ് അദ്ദേഹം ഡോക്ടറേറ്റ് ഒക്കെ എടുക്കുന്നത്. തിയോളജിയിലാണ് തോന്നുന്നു ഡോക്ടറേറ്റ് എടുത്തത്. എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മോൾക്കിട്ട പേര് അർപ്പിത എന്നാണ്, അർപ്പിക്കപ്പെട്ടവൾ എന്നുള്ള അർത്ഥത്തിലാണ് അർപ്പിത എന്നുള്ള പേരിട്ട്. ആ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേപോലെ തന്നെ CPIയുടെ നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള KE ഇസ്മായിലിൻ്റെ മകൻ ബൈജു ഇസ്മായിൽ, ബൈജുവിൻ്റെ മോൾക്കിട്ട പേര്, അല്ല മകനിട്ട പേര് റെനിൽ എന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ ബൈജുവിന് റെനിൽ വിക്രമസിംഗെ എന്ന് പറയുന്ന പഴയ ശ്രീലങ്കൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രിയോ ശ്രീലങ്കൻ രാഷ്ട്രീയ നേതാവിനെ വലിയ ഇഷ്ടമായിരുന്നു. അയാൾ ഒരു സോഷ്യലിസ്റ്റാണ്, മനസ്സുകൊണ്ട് കമ്മ്യൂണിസ്റ്റാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ആരാധകനായിരുന്നു ബൈജു. അങ്ങനെയാണ് റെനിൽ എന്ന് പേരിട്ടുള്ളത്. ഈ സദ്ദാം ഹുസൈനെതിരെ സഖ്യകക്ഷികളുടെ, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികളുടെ അക്രമം നടക്കുന്ന കാലഘട്ടത്തിൽ സദ്ദാം എന്ന പേര് മലപ്പുറത്ത് വ്യാപകമായിട്ട് വാഹനങ്ങൾക്ക് വരെ ആ പേരിടുക, കുട്ടികൾക്ക് ആ പേരിടുകയൊക്കെ ചെയ്തിരുന്നു. പറഞ്ഞു വരുന്നത് ഇതിനെക്കുറിച്ചൊന്നുമല്ല. സ്വരാജ് എന്ന പേര് എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു പേരാണ്. സ്വരാജ് നമ്മുടെ DYFയുടെ സ്വരാജിനെ പിന്നെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, സ്വരാജിൻ്റെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്വരാജ് എന്നുള്ളത് സ്വരാജ് M നായർ എന്നായിരുന്നു ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്തുള്ളത്. എന്നേക്കാൾ ഒരു വർഷം ജൂനിയറാണ്. പക്ഷേ പിന്നെ സ്വരാജ് എന്നും M സ്വരാജ് എന്ന് മാത്രമാക്കി മാറ്റി, നായർ വാല് മുറിച്ച് കളഞ്ഞു. സ്വരാജ് എന്നുള്ള പേരിന് പ്രത്യേകതയുണ്ട്, ഒരു പഞ്ചുണ്ട് ആ പേരിന്. അതേപോലെ തന്നെ സ്വരാജിൻ്റെ നാട്ടിൽ തന്നെ നിലമ്പൂരിലെ എടക്കര ആയിട്ടുള്ള സ്വരാജിൻ്റെ എടക്കര ഏരിയ കമ്മിറ്റിയാണ്. ആ ഏരിയ കമ്മിറ്റിക്കകത്ത് ഒരു സ്വരാജ് ഉണ്ടായിരുന്നു. അദ്ദേഹം ബിസിനസ്സുകാരനായിരുന്നു. മറ്റൊന്ന്, ഇപ്പം മറ്റൊരു സ്വരാജിൻ്റെ മരണം നമ്മൾ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. UK-യിലെ ഇന്ത്യൻ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്നു, ചാരിറ്റി ട്രസ്റ്റൊക്കെ ഉണ്ടായിരുന്ന സ്വരാജ്, പിന്നെ 94 വയസ്സുള്ള സ്വരാജ്, പൂർണ്ണമായ പേര് സ്വരാജ് പോൾ എന്നാണ്. കപ്പാറോ എന്ന് പറയുന്ന UK ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന പിന്നെ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് അഡ്ന പോൾ എന്നായിരുന്നു. അവർ മരിച്ചു. അദ്ദേഹം 1931 പിന്നെ പഞ്ചാബിലെ ജലന്ധറിൽ ആണ് ജനിച്ചത്. പക്ഷേ 1966 അദ്ദേഹത്തിൻ്റെ 35-ാമത്തെ വയസ്സിലാണ് UK-യിലേക്ക് താമസം മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ മകൾ അംബികയ്ക്ക് രോഗത്തിന് ചികിത്സ തേടിയിട്ടായിരുന്നു ആ മാറ്റം. അവിടെ നല്ല രീതിയിലുള്ള ചികിത്സ കിട്ടുന്നൊരു കാലഘട്ടത്തിൽ, ഇന്ത്യയിൽ വേണ്ടത്ര ആരോഗ്യരംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ പോയതാണ്. പക്ഷേ ഈ മോള് ചികിത്സ ചെയ്തെങ്കിലും മരിച്ചു. 68 അദ്ദേഹം പിന്നെ അവിടെ ചെന്ന് 2 വർഷത്തിന് ശേഷം ആണ് അദ്ദേഹം ഈ കപ്പാറോ ഗ്രൂപ്പ് സ്ഥാപിച്ചത്. അത് പിന്നെ സ്റ്റീൽ ബിസിനസ്, ഉരുക്ക് വ്യവസായം, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖല, പ്രോപ്പർട്ടി മേഖലകൾ, ബിൽഡേഴ്സ് ഗ്രൂപ്പ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് മേഖല അതായിരുന്നു. മാത്രമല്ല ഇന്ത്യ ബ്രിട്ടീഷ് ബന്ധം പിന്നെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. ഇപ്പോൾ ഇന്ത്യയും അറേബ്യയുമായി, പശ്ചിമേഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ പലപ്പോഴും കൃത്യമായി പല കാര്യങ്ങൾക്കൊക്കെ ഇടപെടാൻ ലുലു ഗ്രൂപ്പിൻ്റെ യൂസഫ് അലി ഉൾപ്പെടെയുള്ളവർക്ക് കഴിയുന്നത് പോലെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നു. UK-യാണ് ആസ്ഥാനം എന്നുണ്ടെങ്കിലും ഇന്ത്യയിലും അതേപോലെ മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും ഒക്കെ അദ്ദേഹത്തിന് നിരവധി സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ആകാശ് പോളാണ് കപ്പാറോ ഗ്രൂപ്പിൻ്റെ ഇന്ത്യ വിഭാഗത്തെ നയിക്കുന്നത്. ഇദ്ദേഹം പഞ്ചാബിലെ ജലന്ധറിലായിരുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം. പിന്നീട് UK-യിലെ IIT-യിൽ നിന്ന് അദ്ദേഹം എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. പിന്നീട് കൽക്കട്ടയിൽ തിരിച്ചെത്തിയിട്ടാണ് കുടുംബപരമായിട്ടുള്ള വ്യവസായങ്ങളിൽ പങ്കുചേർന്നത്. ഇദ്ദേഹത്തിൻ്റെ മക്കളിൽ പിന്നെ ഇരട്ടകളായിട്ടുള്ള മക്കളിൽ അംബറും ആകാശും 2 പേരുണ്ടായിരുന്നു. പിന്നെ മക്കളായിട്ടുള്ളത് അഞ്ജലി, അംബിക, അവരൊക്കെ കൽക്കത്തയിലാണ് ജനിച്ചത്. ഈ പിന്നെ 4 വയസ്സുള്ളപ്പോൾ ചികിത്സയ്ക്ക് പോയിട്ട് പിന്നീട് മരണപ്പെട്ട മകൾ അംബികയുടെ പേരിൽ അംബിക പോൾ ഫൗണ്ടേഷൻ എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് അദ്ദേഹം ആരംഭിച്ചിരുന്നു. എന്നാൽ 2015, അതായത് 10 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ മകൻ അങ്കദ് പോള് മരിച്ചു.
ഇപ്പോൾ അംബർ പോളാണ് ഇതിൻ്റെ കമ്പനിയുടെ ചെയർമാൻ. ഈ അംഗത് പോൾ എന്ന് പറയുന്ന മകൻ മരിച്ചു. അപ്പോൾ ഒരു മകളും പോയി, ഒരു മകനും പോയി, പിന്നെ മറ്റൊരു മകനുമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഭാര്യയും 2022 ഭാര്യ അരുണയും മരിച്ചു. അവരുടെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടും ഒരുപാട് സേവന പ്രവർത്തനങ്ങളിലും ചാരിറ്റബിൾ ട്രസ്റ്റുകളിലുമൊക്കെ അദ്ദേഹം ഇടപെട്ടിരുന്നു. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഇപ്പം മരണത്തിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ അത് അതീവമായ ദുഃഖം എക്സിലൂടെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. UK പൊതുസേവനം, മറ്റ് മനുഷ്യരോടുള്ള സ്നേഹം, ചാരിറ്റി, മനുഷ്യത്വം, ഹ്യൂമാനിറ്റി, അതേപോലെ തന്നെ വ്യാവസായിക മേഖലയിലെ വലിയ സംഭാവനകൾ, ഇന്ത്യയും UK തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അതിനെല്ലാം ശ്ലാഘിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ചാരിറ്റി മേഖലയിൽ പക്ഷേ മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനായിരുന്ന ബിൽ ഗേറ്റ്സിനെ പോലെ തന്നെ തനിക്ക് സമ്പത്തുണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ മോളുടെ പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കിയ, മക്കളുടെ പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കിയ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി ലക്ഷ്മി മോളുടെ പേരിൽ നഷ്ടപ്പെട്ട ആ ഓർമ്മയിൽ വിങ്ങലിലാണ് അദ്ദേഹവും ഭാര്യ രാധിക ഇപ്പോഴും ജീവിക്കുന്നത്. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രമുഖരായ പലരും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ നമ്മളെ ലുലുക്കാക്കിയൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് പേപ്പറിൽ വലിയ പരസ്യം കൊടുത്ത്, പിന്നെ മറ്റേ ഉണ്ടല്ലോ മറഡോണനെയും കൊണ്ട് കിടന്ന ഒരു എന്താണ് ബോബിച്ചായൻ, അമ്മച്ചിമാരിടുന്ന ചട്ടയും മുള്ളൊക്കെ ഇട്ടിട്ടുള്ള, അവരിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള താൻ ചെയ്യുന്ന കാര്യങ്ങൾ ആ രീതിയിൽ പബ്ലിസിറ്റി കൊടുത്ത് സ്ഥാപനത്തിന് ഒരു പരസ്യം ഉണ്ടാക്കിയെടുക്കുന്നതിനപ്പുറത്ത് ആത്മാർത്ഥമായി മുസ്ലിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നത് പോലെ, ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളൊക്കെ അല്ലാതെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് പോലെ, മദർ തെരേസയുടെയൊക്കെ ദയാഭായിയുടെയൊക്കെ മാതൃകയിൽ ചെയ്തിട്ടുള്ള ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അകാല വിയോഗം എന്ന് പറയാൻ പറ്റില്ല. 94 വയസ്സെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ സ്വാർത്ഥകമായ ജീവിതമാണ്. ഒരുപാട് കാലം നരകിക്കാതെ അദ്ദേഹത്തിന് ഏറ്റവും മനോഹരമായ മരണമാണ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞെട്ടൽ പ്രകടിപ്പിക്കുന്നില്ല പതിവ് രാഷ്ട്രീയക്കാരുടെ രീതിയിൽ. അദ്ദേഹത്തിൻ്റെ വിയോഗം തീർത്ത വിടവ് നികത്താൻ മറ്റൊരാൾക്ക് കഴിയില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ആലങ്കാരിക പ്രയോഗങ്ങളിലേക്ക് പോകുന്നില്ല. അത് നികത്താൻ ഒരു സ്വരാജ് പോൾ പോകുമ്പോൾ അത്രയും മനുഷ്യത്വമുള്ള മറ്റ് ആളുകളും ആ മേഖലയിലേക്ക് കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സ്വാർത്ഥകമായ ജീവിതത്തിന്, എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം അനുഭവിച്ച, കാരണം മകനെയും മകളെയും ജീവിച്ചിരിക്കുമ്പോൾ നഷ്ടപ്പെടേണ്ടി വരിക, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ ബോഡി കാണേണ്ടി വരുന്ന ഗതികേടിനോടും വലുതായിട്ട് മറ്റൊന്നുമില്ല എന്നത് ബോധ്യമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ആ സങ്കടങ്ങളെ എല്ലാം ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്.